+2 ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാം സീരീസിലെ പാർട്ട് 8ലേക്ക് കടക്കുകയാണ്. 17th ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ഹെലിക്കൽ സ്പ്രിംഗ്. ഡ്രോ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് ഓഫ് ഹെലിക്കൽ സ്പ്രിംഗ് ഫോർ അറ്റ്ലീസ്റ്റ് 3 ഡിഫറെൻറ്റ് ലോഡ്സ് ആൻഡ് ഡിറ്റർമിൻ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഫ്രം ദി ഗ്രാഫ്. ഇത് ഗ്രാഫുള്ള ക്വസ്റ്റ്യനാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ അതേപടി പകർത്തി. ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും ക്വസ്റ്റ്യൻ പകർത്താനായിട്ട് പല കുട്ടികളും മടി കാണിക്കുകയാണ്. വളരെ ചുരുക്കി ലോഡ് എക്സ്റ്റൻഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വളരെ അവരുടെ ഇഷ്ടത്തിന് എഴുതുകയാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എയിം എഴുതണമെന്ന് നിർബന്ധമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ അതേപടി പകർത്തുക എന്നുള്ളത് നിർബന്ധമാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അപ്പാറ്റസ്, ഹെലിക്കൽ സ്പ്രിംഗ്, സ്ലോട്ടഡ് വെയ്റ്റ്സ്. ഇനിയാണ് തിയറി പാർട്ട്. അപ്പോൾ ഇവിടെ ഗ്രാഫ് ആയതുകൊണ്ട് ഗ്രാഫിനാണ് ഇമ്പോർട്ടൻസ് മുഴുവനും. ഹുക്സ് ലോ വേണമെങ്കിൽ ഒന്ന് ചുരുക്കി എഴുതാം. അക്കോർഡിംഗ് ടു ഹുക്സ് ലോ, ലോഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു എക്സ്റ്റൻഷൻ. ഇനി ആ ഗ്രാഫിൻ്റെ ഷേപ്പ് വരയ്ക്കുക. ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് നിങ്ങൾക്കറിയാം. ശ്രദ്ധിക്കേണ്ട കാര്യം ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫാണ് കേട്ടോ. പലപ്പോഴും കുട്ടികൾ മാസ് എക്സ്റ്റൻഷൻ ഗ്രാഫ് എന്നാണ് എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സ് ആക്സിസിൽ മാസ് എന്ന് എഴുതണം. ഇവിടെ ലോഡ് വരുമ്പോൾ എക്സ് ആക്സിസ് ലോഡാണ്, അതായത് മാസിൻ്റെ കൂടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg ആണ് വരുന്നത്. അപ്പം മാസ് 50, 100, 150 ഇൻറ്റു 9.8 എന്നും കൂടെ ഇവിടെ വരും. അപ്പോൾ ലോഡ് ആയതുകൊണ്ട് യൂണിറ്റ് ന്യൂട്ടൺ, എക്സ്റ്റൻഷൻ ഇൻ മീറ്റർ. സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുന്നു. ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് നിർബന്ധമായിട്ടും എഴുതേണ്ടത്. ഇനി ഈ ഗ്രാഫിൽ നിന്ന് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് ഇവിടെ എഴുതേണ്ടത്. നമ്മൾ കാൽക്കുലേഷൻ മെത്തേഡിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K = mg/L എന്നാണ് എഴുതുന്നത്. ഇവിടെ ആ ഇക്വേഷൻ എഴുതി കൊടുത്താൽ മാർക്ക് കിട്ടില്ല. ഇത് ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫിൽ നിന്നും എങ്ങനെയാണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എഴുതിയാൽ ആൻസർ ആവില്ല. സ്ലോപ്പ് ആണെങ്കിൽ BC/AB എന്നല്ലേ വരികയുള്ളൂ. ഇവിടെ സ്ലോപ്പ് അല്ല, റെസിപ്രോക്കൽ ഓഫ് സ്ലോപ്പാണ് എഴുതേണ്ടത്. അതായത് ABC ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് K = AB/BC എന്നെഴുതണം. അപ്പോൾ AB എന്ന് പറയുന്നത് mg, BC എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ L. അങ്ങനെയാണ് ആ ഇക്വേഷൻ അവിടെ കിട്ടുന്നത്. അപ്പം സ്ട്രൈറ്റ് ലൈൻ വരച്ചിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ വരച്ചതിന് ശേഷം സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് = AB/BC എന്നെഴുതുക. ഈ ഇക്വേഷൻ എഴുതിയാലേ ഈ ക്വസ്റ്റ്യനിൽ മാർക്ക് കിട്ടുകയുള്ളൂ. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് യൂണിറ്റ് Nm/m. പിന്നെ ഈ ഹെലിക്കൽ സ്പ്രിങ്ങിൻ്റെ ഡയഗ്രാം കമ്പൽസറി അല്ല കേട്ടോ. ഇനി ഞാൻ എഴുതിയതിന് താഴെ ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് എന്ന് എഴുതിയിട്ട് ഇതുപോലെ ടാബുലാർ കോളം വരയ്ക്കണം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് 3 ലോഡ്സ് എന്ന്. അപ്പോൾ ഒന്നുകിൽ ഡെഡ് ലോഡ് ഉൾപ്പെടെ 3 റീഡിംഗ് ആവാം, അതല്ലെങ്കിൽ ഡെഡ് ലോഡ് അല്ലാതെ 3 റീഡിംഗ് ആവാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതൊന്നും നിങ്ങളുടെ മാർക്കിനെ ബാധിക്കുന്ന കാര്യമല്ല. എന്തെങ്കിലും ഡൗട്ട് വന്നാൽ എക്സ്റ്റേണൽ എക്സാമിനറോട് ചോദിച്ചാൽ മതി. റീഡിങ്ങിൻ്റെ എണ്ണം കൂടിയതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മാർക്ക് കുറയില്ല. റീഡിങ്ങിൻ്റെ എണ്ണം കൂടുന്തോറും ആൻസർ നല്ല ആക്യുറേറ്റ് ആകും. പ്രത്യേകിച്ച് ഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ റീഡിങ്സിൻ്റെ എണ്ണം കൂട്ടുന്നതാണ് എപ്പോഴും ഗ്രാഫ് വരയ്ക്കാൻ നല്ലത്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രാഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡെഡ് ലോഡ് ഉൾപ്പെടെ ഒരു 4 റീഡിംഗ് എടുത്തോളൂ. ഇനി ഒരു 4 റീഡിംഗ് വരയ്ക്കാനുള്ള വലിപ്പത്തിലുള്ള ഒരു കോളം വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഗ്രാഫ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ ലാസ്റ്റ് കോളത്തിന് പ്രസക്തിയില്ല. ഈ K എന്ന് പറയുന്ന കോളം ഇവിടെ നിങ്ങൾ പിന്നെ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് സമയം കളഞ്ഞ് അവിടെ ആൻസർ എഴുതേണ്ട യാതൊരു കാര്യവുമില്ല. ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ കോളം ഒഴിവാക്കാം. കാൽക്കുലേഷൻ മെത്തേഡിലാണ് ഈ കോളം നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒഴിവാക്കിയിട്ട് ഇത്രയും കോളം വരച്ചിട്ട് ഈ എക്സ്റ്റൻഷനും ലോഡും വെച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിൽ നിന്ന് AB/BC കണ്ട് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അത് രണ്ടും കൂടെ വേണമെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇനി എന്താണ് എഴുതേണ്ടത്? ഇനി ലാസ്റ്റ് റിസൾട്ട്. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഫ്രം ലോഡ് എക്സ്റ്റൻഷൻ ഗ്രാഫ് =N/m. ഇത്രയും കാര്യങ്ങൾ ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ കുറച്ച് സമയത്തിനുള്ളിൽ എഴുതി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അപ്പാറ്റസ് തരും. ഓക്കെ, താങ്ക് യു.